ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ആത്മീയവും ക്രിസ്തീയവുമായ രീതിയാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം 5:22 മുതൽ 5:33 വരെയുള്ള ഭാഗങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നത്. മർക്കടമുഷ്ടിയായ ഭർത്താവിൻ്റെ അടിച്ചമർത്തലിൻ്റെ ഭൂതകാലവും ഇക്വാലിറ്റിക്ക് വേണ്ടിയുള്ള വർത്തമാനകാലവും വിവാഹമേ വേണ്ട, ആവശ്യമെങ്കിൽ ലിവിങ് ടുഗദർ ആവാം എന്ന ചിലരുടെ ചിന്തകളും പൗലോസ് അപ്പോസ്തലൻ വരച്ചു കാണിച്ച് ആത്മീയ കുടുംബ ബന്ധത്തിൻ്റെ സീമയിൽ നിന്നും വിഭിന്നമായ ജീവിത രീതിയാണ്. ക്രിസ്തു സഭയുടെ തലയായിരിക്കുന്നത് കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ സഭയാകുന്ന മണവാട്ടിയെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുത്ത് രക്ഷിച്ച് സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. അത് പിതാവിൻ്റെ സൃഷ്ടിയോടുള്ള സ്നേഹമാണ് പുത്രൻ കാൽവറിയിൽ പ്രകടമാക്കിയത്. സ്വന്തം ജീവൻ വെടിഞ്ഞ് തൻ്റെ ജനത്തെ രക്ഷിച്ച ദൈവമാണ് താൻ വില കൊടുത്തു നേടിയ മക്കളെ വിവാഹക്കുദാശയിൽ ഭർത്താവും ഭാര്യയുമായി കൂട്ടിച്ചേർക്കുന്നത്. സഭയ്ക്ക് വേണ്ടി പട്ടക്കാരനാണ് വധുവിൻ്റെ ശിരസിന്മേൽ മൂടുപടം അണിയിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിൽ വധൂവരന്മാർ ഭാര്യാഭർത്താക്കന്മാരായി ചേർക്കപ്പെടുമ്പോൾ ക്രിസ്തുവാണ് അവരുടെ ഇടയിൽ ഉണ്ടാവുക. അവരെ തിരഞ്ഞെടുത്തതും വിവാഹം നടത്തുന്നതും കൂദാശയെ ആശീർവദിക്കുന്നതും ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് അവരെ യോജിപ്പിച്ച് നിർത്തുന്നത്. ദൈവം യോജിപ്പിച്ചു എന്ന് കൂദാശയിൽ എടുത്തു പറയുന്നുണ്ടല്ലോ. ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുന്നവർക്ക് ഈ വാക്കുകൾ അന്യമല്ല. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകയില്ല എന്ന് സഭാപ്രസംഗി 4:12 പറയുന്നു. അങ്ങനെ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ കർത്താവുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ അധികാര പ്രയോഗത്തിൻ്റെ ആവശ്യമില്ല, അടിച്ചമർത്തൽ ഉണ്ടാവുകയില്ല. കരുതലും സ്നേഹവും അനുസരണവും പരസ്പര വിശ്വാസവും അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായിത്തീരും. അവരും അവരുടെ തലമുറയും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരും ദൈവമുള്ളവരും ആയിരിക്കും. നമ്മുടെ കുടുംബജീവിതം പരിശോധിച്ച് ആവശ്യമെങ്കിൽ വേണ്ട തിരുത്തലുകൾ വരുത്തുവാൻ ഈ ചിന്തകൾ സഹായിക്കട്ടെ. വിവാഹം വേണ്ട എന്ന് പറയുന്ന യുവതലമുറ തന്നെ നയിക്കുന്നത് ദൈവമാണോ എന്ന് വിചിന്തനം ചെയ്യുവാനും ഈ ചിന്തകൾ ഇടയാക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.